നമ്മൾ ഒരുപാട് പാട്ടുകൾ എഴുതുന്നു. ചില പാട്ടുകൾ ഹിറ്റുകളാവുന്നു, ചിലത് സൂപ്പർ ഹിറ്റുകളാവുന്നു. പക്ഷേ നമ്മൾ അത്ര ഇഷ്ടപ്പെട്ട് അത്രയും പ്രതീക്ഷകളോടെ എഴുതിയിട്ടും വേണ്ടത്ര രീതിയിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുള്ള ചില പാട്ടുകളുണ്ടാവും. അതെ അതെ പക്ഷെ അതെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ പാട്ടുകളോടുള്ള ഇഷ്ടം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയുള്ള പാട്ടുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ ഏത് പാട്ട് എഴുതിയാലും നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയാൻ ദൈവം പോലെ ആ ഈശ്വരൻ തന്ന 2 മക്കളുണ്ട്. മ്യൂസിക് സെൻസ് നന്നായിട്ടുള്ള കുട്ടികൾ. രാഗങ്ങളടക്കം അവർ പഠിച്ച് വരണേ ഉള്ളൂ. പക്ഷെ എന്നാലും അവർ രാഗത്തിനെ കുറിച്ചടക്കം അറിയാം. അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ പാട്ട്, ഏറ്റവും നന്നായി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ പാട്ട് വരണുണ്ട് സാറേ. അവർ ഫ്യൂഷൻ ചെയ്യുമ്പോഴടക്കം അവർ എടുത്ത് പാടുന്നൊരു പാട്ടാണത്. അതുകൊണ്ടാണ് എനിക്ക് അത്ര, കാരണം വേറെ ആൾക്കാർ എത്ര ഇഷ്ടപ്പെട്ടാലും നന്നായിട്ടുണ്ടെന്ന് പറയുള്ളൂ. സ്വന്തം മക്കളെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുമ്പോൾ അതിൻ്റെ സുഖം വേറെയാണ്. ഉം, ഉം. നിങ്ങളൊരു പാട്ട് ഞാൻ പാടാം. ഒറ്റപ്പാലം പുഴ കരവത്തു ഞാനന്ന് ഓർത്തിരുന്നപ്പോരു പാട്ടു കിട്ടി. തുഴയുന്ന വഞ്ചിയിൽ കൈത്താളമിട്ടപ്പോൾ ചേലൊത്തു പാടാനൊരീണം കിട്ടി. തരരരാരരരരര. ഒറ്റപ്പാലം പുഴ കരവത്തു ഞാനന്ന് ഓർത്തിരുന്നപ്പോരു പാട്ടു കിട്ടി. തുഴയുന്ന വഞ്ചിയിൽ കൈത്താളമിട്ടപ്പോൾ ചേലൊത്തു പാടാനൊരീണം കിട്ടി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടത്. അതിലൊരു വലിയ ഒരു നാടിനെ കൃത്യമായിട്ട് വരച്ചിട്ടിരിക്കുകയാണ് വരച്ചിട്ടുള്ള അവിടുത്തെ സാധനം അത് ഒരാൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണത്.